നമസ്കാരം സാറാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ബോട്ടണിയുടെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പറയാം അല്ല കൂടുതൽ കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മളൊന്ന് പറയാം. എന്തൊക്കെ വേണം പഠിക്കാൻ. 2 ചാപ്റ്റർ കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. 2 ചാപ്റ്റർ, ബയോടെക്നോളജിയിൽ 2 ചാപ്റ്റർ. അതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ്. നമുക്ക് നിങ്ങൾ പേടിച്ചിരിക്കുന്നൊരു ചാപ്റ്റർ അല്ലേ, വളരെ പേടിയോട് കൂടി കാണുന്ന ചാപ്റ്റർ. +2 ബോട്ടണിയിലെ ഏറ്റവും പാടായിട്ട് വിചാരിക്കുന്നത് ഒന്നുമില്ല, ഒരുപാടും ഇല്ല, കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബയോടെക്നോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടതെന്ന് ഉള്ള ഭാഗവുമായിട്ടാണ് ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇത് ക്രിസ്തുമസ് എക്സാം ആണെന്നുള്ള ലാഘവത്തോടെ നിങ്ങൾ ഈ പരീക്ഷയെ കാണില്ല. പകരം ആനുവൽ എക്സാമിന് വേണ്ടി നമ്മുടെ ഒരു പ്രിപ്പറേഷനായിട്ട് വേണം നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിനെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനായിട്ട് വേണം നമ്മൾ ഈ പരീക്ഷകളെ കാണുന്നത്. കാരണം ഇത് നമ്മൾ ഈ 3 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പഠിച്ചാൽ മതി. നമ്മൾ അടുത്ത ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അത് പരീക്ഷയ്ക്ക് കയറി മാറി ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചോണം. ആനുവൽ എക്സാമിന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരത്തക്ക രീതിയിലുള്ള പഠനം നമുക്ക് വേണം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയുള്ള ആനുവൽ എക്സാം, ബോർഡ് എക്സാമിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് തന്നെ നമ്മൾ ഈ എക്സാമിനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ബയോടെക്നോളജിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ടൂൾസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. അത് മിക്കവാറും പരീക്ഷിക്കുക. വാട്ട് ആർ ദ ടൂൾസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി? റീകോംബിനന്റ് DNA ടെക്നോളജിയാണ് ശരിക്കും നമ്മൾ ഈ ബയോടെക്നോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. റെസ്ട്രിക്ഷൻ എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് വഹിക്കുന്നത്. DNA ഒക്കെ മുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതുപോലെ തന്നെ പോളിമറൈസ് എൻസൈംസ് ഉണ്ട്. അതുപോലെ ലിഗേസ്, കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന ലിഗേസ് ഉണ്ട്. അതുപോലെ വെക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റീകോംബിനന്റ് DNA ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ വെക്ടേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ഹോസ്റ്റ് ഓർഗാനിസം അല്ലെങ്കിൽ ഹോസ്റ്റ് സെൽ, ആരിലേക്കാണ് ഇത് വെക്കേണ്ടത് അല്ലേ, ബാക്ടീരിയയിലേക്കാണ് ബാക്ടീരിയ. അപ്പം ഏതാണോ ഹോസ്റ്റ് ഓർഗാനിസം, ആ ഹോസ്റ്റ് ഓർഗാനിസം അല്ലെങ്കിൽ ആ സെല്ല്, ഇത്രയും ചേരുന്നതാണ് എൻ്റെ ടൂൾസ്. അപ്പോൾ ടൂൾസ് ഓർമ്മ വേണം, എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ള ഓർമ്മ വേണം, ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഓർക്കേണ്ടത് നമ്മളൊരു ഈക്കോ R1 എന്ന് പറയുന്ന ആ ടേം വന്നേക്കുന്നത് ശരിക്കും ഈശ്വരേഷ്യ കൊളൈ RY13 എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ, ഈക്കോളയുടെ ഒരു സ്ട്രെയിനിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈക്കോ RY എന്താണെന്ന് എഴുതാൻ ചോദിക്കും. അപ്പോൾ അത് എഴുതേണ്ടത് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഈശ്വരേഷ്യ, അതായത് ജനറിക് നെയിമാണ്, ജീനസ് നെയിമാണ്. ആരാണോ വ്യക്തമായിട്ടിരിക്കുന്നത് ആ ആടെ ജനറിക് നെയിമാണ് നമ്മൾ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിയോ എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷീസ് നെയിം, ഈക്വളയുടെ സ്പീഷീസ് നെയിം അല്ലേ, കോളി അല്ലേ. ആ സിയോ ആദ്യത്തെ 2 ലെറ്ററാണ് നമ്മൾ അടുത്ത 2 ലെറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. സിയോ സ്റ്റാൻഡ്സ് ഫോർ കോളി, സ്പീഷീസ് നെയിമാണ്, ഈക്വളയുടെ സ്പീഷീസ് നെയിം. R എന്ന് പറയുന്നത് RY13, അതായത് ഏത് സ്ട്രെയിനാണ്, ആ ബാക്ടീരിയ ഏത് സ്ട്രെയിനാണ്, ആ സ്ട്രെയിനിൻ്റെ ആദ്യത്തെ ലെറ്ററാണ്. RY13 ആണ് ആ സ്ട്രെയിൻ. അപ്പോൾ ഈക്വളൈ RY13 എന്നാണ് ആ സ്ട്രെയിൻ്റെ പേര്. അപ്പോൾ അതിൽ R എടുത്തു. പിന്നെ ഉള്ളത് 1 റോമൻ ലെറ്ററിലെ 1 ആണ് എന്ന് പറയുന്നത് ഫസ്റ്റ് എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് ബാക്ടീരിയ. ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ സ്ട്രെയിനിൽ നിന്ന് ആദ്യമായി വേർതിരിച്ചെടുക്കുന്ന എൻഡോന്യൂക്ലിയസ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ 1 കൊടുത്തത്. രണ്ടാമത് വേറൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ R2 എന്നാണ് മനസ്സിലാവും. അപ്പോൾ ആദ്യം എടുത്ത് ഇതായതുകൊണ്ടാണ് R1. അപ്പോൾ ഈക്കോ R1 എന്ന് പറയുന്നത് അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. എന്താണ് ഓരോ ലെറ്ററും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതാം, വളരെ സിമ്പിളായിട്ട് എഴുതാം അല്ലേ. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫോറസിസ്, ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ പഠിച്ചു. ആ ഇലക്ട്രോഫോറസിസിൽ വെക്ടേഴ്സിനെ ഉപയോഗപ്പെടുത്തുന്ന ഈക്വളയിൽ നിന്നും അതുപോലെ അഗ്രോ ബാക്ടീരിയത്തിൽ നിന്നൊക്കെ വെക്ടേഴ്സിനെ ഉപയോഗപ്പെടുത്തും. ഈക്വളയിൽ നിന്നാണ് കോൾ E1 എന്നാണ്. അതേപോലെ ഇത് ചിലപ്പോൾ ചോദിക്കും ഈക്വളൈ കോൾ E1, പിന്നെ 2 കുത്തിട്ടിട്ട് അഗ്രോ ബാക്ടീരിയൻ ഡാഷ് ടൈപ്പ് പ്ലാസ്മിഡ്. അപ്പം ഇങ്ങനെ ആദ്യത്തെ 2 ലെറ്ററിൻ്റെ റിലേഷൻ നോക്കിക്കൊണ്ട് മിസ്സായ സാധനം എഴുതാൻ ചോദിക്കും, മിസ്സായി പോയ ആ വേർഡ് എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 വേർഡ് നോക്കുക. അപ്പോൾ അങ്ങനെ എഴുതാൻ ചോദിക്കുമ്പോൾ മിക്കവാറും അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പം അത് ഓർത്തണം. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ PBr322 വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൻ്റെ പടം ഉണ്ട് അല്ലേ, PBr3
22 എന്ന് പറയുന്നത് അതെന്താണെന്നും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും മിക്കവാറും പരീക്ഷ ചോദിക്കും. അതുകൊണ്ട് അതും പഠിച്ചുകൊണ്ടേ പോകാവൂ. അത് വരയ്ക്കാനും പഠിക്കണം, അടയാളപ്പെടുത്താനും പഠിക്കണം കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിങ് വെക്ടേഴ്സ്. ഒരു ക്ലോണിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലോണിങ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് പഠിച്ചുകൊണ്ടേ പോകാവൂ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മറ്റൊരു കാര്യം ചോദിക്കുന്നത് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് 1 by 1 ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. അതിന് ഐസൊലേഷൻ, DNA ഐസൊലേഷൻ ചെയ്യുന്നു, റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നു. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ DNA ടെക്നോളജി നമ്മൾ പറയണം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്റ്റെപ്സ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി വളരെ 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 പ്രധാനപ്പെട്ടാണ്. മറ്റൊന്ന് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലേ, ആ PCR ചോദിച്ചിട്ടുണ്ട്, അത് പഠിച്ചോണം. ഒരു കാര്യം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബയോറിയാക്ടറും പരീക്ഷയ്ക്ക് ചോദിച്ചെന്താണ് ബയോറിയാക്ടർ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബയോടെക്നോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ബയോടെക്നോളജിയുടെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാന ഭാഗങ്ങൾ ഇത്രയാണ്. ഈ 8 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കും നിങ്ങൾക്ക് എങ്ങോട്ടും പോകത്തില്ല. ബയോടെക്നോളജിയിൽ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ബയോടെക്നോളജിയുടെ റെഡി അല്ലേ? ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത് പഠിക്കാനുള്ളൂ നമുക്ക്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ബയോടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം അഗ്രികൾച്ചറിൽ നമ്മൾ ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. GM ഫുഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കേട്ടോ. BT കോട്ടനെ, അത് ഫുഡല്ല കേട്ടോ, BT കോട്ടനെ, അതുപോലെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും മിക്കവാറും ചോദിക്കാറുണ്ട്. എന്താണ് GM ഓർഗാനിസത്തിൻ്റെ, GM ഫുഡിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അല്ല ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ, അല്ല ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതൊന്ന് പഠിച്ചോണം കേട്ടോ. പിന്നെ BT കോട്ടൺ എന്താണ്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്, പെസ്റ്റ് റെസിസ്റ്റൻ്റ് അതായത് കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവ് പ്ലാന്റ്സിന് കിട്ടും. എങ്ങനെ ശരിക്കും RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. RNA ഇൻ്റർഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ RNA ഇൻ്റർഫറൻസ് ഓർത്തോണം, അതെവിടെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 2 കേസ് BT കോട്ടൺ അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ ഏതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ബയോടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, മിക്കവാറും ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് BT ചോദിക്കും, അതുപോലെ തന്നെ RNA ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. മറ്റൊന്ന് മെഡിസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബയോടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻസുലിൻ്റെ നിർമ്മാണമാണ്. അത് തന്നെ ചോദിക്കാറുണ്ട്. ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ജനറ്റിക്കലി എൻജിനീയറിംഗ് മുഖാന്തരം അല്ല ബയോടെക്നോളജി മുഖാന്തരം എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചോദിക്കാറുണ്ട്. പിന്നെ ജീൻ തെറാപ്പി അറിയാനുള്ള ജനിതക ചികിത്സയായിട്ട് ബന്ധപ്പെട്ട. ദെൻ മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ജനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട്. PCR നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോളിമർ ചെയിൻ റിയാക്ഷൻ PCR, അതുപോലെ റീകോംബിനന്റ് DNA ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ എലീസ ടെസ്റ്റ് എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് സോർബന്റ് അസേ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അത് വെച്ചുകൊണ്ട് ആൻറ്റിജൻ്റെയോ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാക്കപ്പെടുന്ന ആൻറ്റിബോഡിയുടെ പ്രസൻസ് മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ HIV ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ടെസ്റ്റ് എലീസ ടെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ആ മോളിക്കുലർ ബേസിസ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഡയഗ്നോസിസിന് വേണ്ടി. ഈ ബയോടെക്നോളജിയെ നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് ഓർക്കേണ്ട ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് പറഞ്ഞില്ലേ, BT കോട്ടൺ, അതേപോലെ തന്നെ ജീനിലൊക്കെ മാനിപ്പുലേഷൻ നടത്തി ഒരുപാട് റാറ്റിനെയും അതുപോലെ തന്നെ റാബിറ്റിനെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ജീവികളെ പറയുന്ന പേരാണ്
ട്രാൻസ്ജെനിക് അങ്ങനെയുള്ള ആനിമൽസിനെ പറയുന്നത് ട്രാൻസ്ജെനിക്. അത് നമുക്ക് കൂടെ പഠനങ്ങൾ നടത്താനൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ട്. മരുന്നുകളുടെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയെടുക്കുക. അത് പഠിച്ചോണം. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്താണെന്ന് ചോദിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം കൂടിയാണ് ചാപ്റ്റർ ഓർക്കേണ്ടത്, ബയോപൈറസി. എന്താണ് ബയോപൈറസി? ബയോപൈറസി എന്ന് പറയുന്നത് ഈ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ലോക്കലായിട്ട് എന്താണ് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജിനെയൊക്കെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുക. ഇവിടുന്ന് ഒരു ജീവിയെ എടുത്തുകൊണ്ട് അമേരിക്കയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത്. അത് ബയോപൈറസിയാണ്. അപ്പം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ അത് ബയോപൈറസിയുടെ പരിധിപ്പെടും. ഇപ്പോൾ അതുപോലെ ട്രഡീഷണൽ നോളജ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ വലിയ കൺട്രീസൊക്കെ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി വളരെ കുറവായിരിക്കും, ട്രഡീഷണൽ നോളജ് വളരെ കുറവായിരിക്കും. പക്ഷെ അവർ വലിയ റിച്ച് ആയിരിക്കും. തിരിച്ച് അല്ലാത്ത ചില രാജ്യത്തൊക്കെ എന്ന് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഡെവലപ്മെൻറ്റ് വളരെ കുറവാണെങ്കിലും പക്ഷേ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ട്രഡീഷണൽ നോളജ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത് അവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കും. മറ്റ് രാജ്യങ്ങളിലെ ബയോഡൈവേഴ്സിറ്റി അതുപോലെ ട്രഡീഷണൽ നോളജൊക്കെ ചിലർ ഉപയോഗപ്പെടുത്തും. വേണ്ടത്ര ഒരു അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങളില്ലാതെ അവർ എടുക്കും. അങ്ങനെ എടുക്കുന്നതിന് പറയുന്നത് ബയോപൈറസി. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ബയോപൈറസി എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തോണം, അഗ്രികൾച്ചറിൽ അതുപോലെ മെഡിസിനിൽ അതുപോലെ ട്രാൻസ്ജെനിക് ആനിമൽസിൽ ഇവയുടെ ഉൽപ്പാദനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബയോടെക്നോളജി പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബയോടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഈ 2 ചാപ്റ്റർ വളരെ ചെറുതാണ് അല്ലേ, വളരെ സിമ്പിളാണ്, അധികമൊന്നും പഠിക്കാനില്ല. മാർക്ക് എങ്ങും പോകത്തില്ല, മാർക്ക് മൊത്തം നമ്മുടെ കേസിൽ കിട്ടും. കൃത്യമായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കുക. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. വീണ്ടും നമുക്ക് കാണാം. നെവർ എവർ ഗീവ് അപ്പ്.